കുറച്ച് കാര്യങ്ങൾ കൂടി അതുമായിട്ട് അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോയ്സ് ഓഫ് സാമ്പിൾ സൈസ് ബേസ്ഡ് ഓൺ കോസ്റ്റ് ആൻഡ് പ്രിസിഷൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമുക്ക് NI ith സ്ട്രാറ്റയിൽ വരുന്ന സാമ്പിൾ സൈസ് NI എന്ന് പറയുന്നത് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ കണ്ടു. അതിന്റെ പ്രൊപ്പോർഷൻ ആൻഡ് അലോക്കേഷൻ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് NI equal to WISI by lambda into root CI, where lambda is the Lagrangian multiplier and C the cost and cost of ith strata based on ith strata. ഇതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തു, അത് വെച്ച് ഐട്രേറ്റ് ചെയ്തു, അതിന്റെ NI വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അതിന്റെ ലാംഡ ഐഡന്റിഫൈ ചെയ്യണം. യു വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ Lagrangian multiplier ലാംഡ. NI equal to 1 by lambda WSI by root CI. There are two ways to find lambda. രണ്ട് തരത്തിൽ നമുക്ക് ലാംഡ പറയാം. എങ്ങനെയൊക്കെയാ? ഒന്ന് മിനിമം, എങ്ങനെ പറയാം? ഒന്ന് മിനിമം വാരിയബിലിറ്റി, മിനിമൈസ് ദ വാരിയബിലിറ്റി ഫോർ എ ഫിക്സഡ് കോസ്റ്റ്. കോസ്റ്റ് ഫിക്സ് ചെയ്തിട്ട് വാരിയബിലിറ്റിയെ മിനിമൈസ് ചെയ്യാം. രണ്ടാമത്തത് മിനിമൈസ് ദ കോസ്റ്റ് ഫോർ എ ഫിക്സഡ് വാരിയബിലിറ്റി. കോസ്റ്റ് ഫിക്സ് ചെയ്തിട്ട് വാരിയബിലിറ്റി മിനിമൈസ് ചെയ്യാം, വാരിയബിലിറ്റി ഫിക്സ് ചെയ്തിട്ട് കോസ്റ്റ് മിനിമൈസ് ചെയ്യാം. ഒന്നാമത്തത് ഫോർ എ ഫിക്സഡ് കോസ്റ്റ് ലെറ്റ് ഇറ്റ് ബി C0 be the prescribed cost which is fixed, we can write that total of CI/NI. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടേം തന്നെയാണ് CI/NI. ith സ്ട്രാറ്റയിലെ സാമ്പിളിന്റെ എണ്ണം NI, CI അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് ഈക്വൽ ടു ദ ടോട്ടൽ is C0 star specifically. So the total CI into NI ഗ്രീൻ മാർക്ക് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. NI വരുന്ന സ്ഥലങ്ങളെല്ലാം NI എന്ന് പറയുന്നത് ഇതാണ് WISI ലാംഡ CI. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു C0 സ്റ്റാർ ഇംപ്ലൈസ് യു വാണ്ട് ടു ഫൈൻഡ് ലാംഡ. ഇത് ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലാംഡ ഈക്വൽ ടു വി ഗെറ്റ് ദ ഫോർമാറ്റ് ലാംഡ ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ലാംഡ ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് NI. NIന്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NIന്റെ എക്സ്പ്രഷൻ എന്താ? WSI ലാംഡ റൂട്ട് CI. അവിടെ ലാംഡയുടെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then NI equal to WISI by lambda root CI ആണ്. WSI അവിടെ root CI ഇവിടെ തന്നെ വെച്ചു, root CI into lambda. This is the format of lambda A by B. അതിന് by ആണ്, ഡിവൈഡ് ബൈ ലാംഡ ആണ്, ഡിനോമിനേറ്ററിലാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. C0 by summation root CI WISI. അപ്പോൾ നമുക്ക് NI കിട്ടി. The required sample size to estimate y bar such that the variance is minimum for a fixed cost C equals C0 star is NI ആണ് കിട്ടിയത്. നമുക്ക് ആകെയുള്ള സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് NI ഫ്രം ith strata ആണ്. അപ്പോൾ ആകെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് which is equal to N summation I varies 1 to K NI. അങ്ങനെ വരുന്ന ഓരോ NIയുടെയും ടോട്ടൽ ആണ് ആകെ വരുന്ന സാമ്പിൾ സൈസ്. ക്ലിയർ ആണ്. അതേപോലെ മിനിമൈസ് ദ കോസ്റ്റ് ഫോർ എ ഗിവൺ വാരിയബിലിറ്റി. കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, ഫിക്സഡ് വാരിയബിലിറ്റി ആണ്. അപ്പോഴും ഇത് സിമിലർ ഫോമാറ്റ് ആണ്, വാരിയബിലിറ്റി ആണ് ചേഞ്ച് ചെയ്തത് മാത്രം. അതുകൊണ്ട് നമ്മൾ വാരിയബിലിറ്റിക്ക് സ്പെസിഫിക് ആയിട്ടാണ് എടുത്തിട്ട് സമ്മേഷൻ 1/n minus 1/n WISI square equal to V0 and after substitution we get NI equal to WISI by root CI. നേരത്തെ പോലെ തന്നെ ഇവിടെ ലാംഡയുടെ വാല്യൂ കിട്ടിയിട്ടുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലാംഡ ഇതാണ് കിട്ടിയിട്ടുള്ളത്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് NI കിട്ടും. ആ NI ith സ്ട്രാറ്റയിൽ നിന്നുള്ള സാമ്പിൾ സൈസ് ആണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ദ റിക്വയർഡ് സാമ്പിൾ സൈസ് ടു എസ്റ്റിമേറ്റ് y bar മൊത്തത്തിൽ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ such that cost C is minimum for a pre-specified variance V0 is N which is equal to summation I varies 1 to K NI. എല്ലാ സ്ട്രാറ്റയിൽ നിന്നുള്ള സാമ്പിൾ സൈസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ സാമ്പിൾ സൈസ്. അത്രയുമാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള Lagrangian മൾട്ടിപ്ലർ കണ്ടു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് NIന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്തു. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓൾ. അതേപോലെ സാമ്പിൾ സൈസ് ഫോർ പ്രൊപ്പോർഷണൽ അലോക്കേഷൻ ഫോർ എ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ഫിക്സഡ് വാരിയൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ഫിക്സഡ് വാല്യൂസ്. ഒന്നാമത്തെ കേസ് നോക്കാം. അണ്ടർ പ്രൊപ്പോർഷണൽ അലോക്കേഷൻ
പ്രൊപ്പോർഷൻ അലോക്കേഷൻ നമുക്ക് അറിയാവുന്ന കാര്യം എന്താ? NI എന്ന് പറയുന്നത് N/N into capital NI. That is equal to N/N എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡോ വാല്യൂ ഒക്കെ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് ഐട്രേഷൻ ഒക്കെ നടത്തി വെച്ചിട്ടുള്ള NI ആണ് പ്രൊപ്പോർഷനല്. അപ്പൊ ആ പ്രൊപ്പോർഷന്റെ NI എന്ന് പറയുന്നത് N/N into capital NI ആണ്. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ N into capital NI/N എന്ന് പറയാം. Capital NI/N നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, we can denote it as WI. So we can rewrite NWI, where WI equal to NI/N. Ratio between sample total number of elements in the ith strata with the total number of elements. NI/N capital values. അല്ലേ? അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ C0 എന്ന് പറയുന്നത് C0 equal to എങ്ങനെ എഴുതാം? നമുക്ക് റീറൈറ്റ് ചെയ്യാം N into summation of WI CI. I varies 1 to K. ഇതിൽ നിന്ന് നമുക്ക് N കാണാം. N equal to C0 by summation I varies 1 to K WI CI. അപ്പൊ NI കിട്ടി, N കിട്ടി, അതിൽ നിന്ന് NI കിട്ടണം. NI എങ്ങനെ കിട്ടും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. N എന്ന് പറയുന്നത് C0 by summation WI CI. Then NI എന്ന് പറയുന്നത് N into WI. N into WI, N നമുക്ക് കിട്ടിയിട്ടുണ്ട്. N into WI, NI ആണ്. Therefore, NI equal to N into WI. N എന്ന് പറയുന്നത് C0 by summation WI CI. അതിനോട് WI multiply ചെയ്തു. So we can altogether we can write it as C0 WI by summation WI CI. C0 WI by summation I varies 1 to K WI CI. NI കിട്ടി. NI കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒരുമിച്ച് കിട്ടാനുള്ള സാമ്പിൾ സൈസ് N കിട്ടാനുള്ള സംഭവം എന്ന് പറയുന്നത് the required sample size to estimate Y bar is N equal to total of NI. Summation I varies 1 to K NI. Similarly, if variance is fixed, variance ആണ് ഫിക്സഡ് എങ്കിൽ രണ്ടാമത്തെ ടേം ആണ് ഉപയോഗിച്ചത്. അടുത്ത കേസിൽ അതുപോലെ തന്നെയാണ്. Summation 1/NI minus 1/NI WI square SI square equal to V0. അത് വെച്ചിട്ട് NI കണ്ടു. ആദ്യം ഇതേപോലെ തന്നെ N കണ്ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, NI കണ്ടു. NI എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയണം ടു റിക്വയർഡ് സാമ്പിൾ സൈസ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് ടോട്ടൽ ഓഫ് NI എടുത്താൽ മതി. ഈ NI ബൈ യൂസിങ് ഫിക്സഡ് വാരിയൻസ്, ഇതിനെയാണ് നമ്മൾ ബൗലീസ് അലോക്കേഷൻ എന്ന് പറയുന്നത്. വാരിയൻസ് ഫിക്സ് ചെയ്തിട്ട് പ്രൊപ്പോർഷനിൽ ചെയ്തിട്ടുള്ള NI കണ്ടുപിടിക്കുന്ന ഫോർമാറ്റിനെയാണ് WI summation I varies 1 to K WI SI square by V0 plus summation I varies 1 to K WI SI square by NI. ഈ ഫോർമാറ്റിനെയാണ് നമ്മൾ ബൗലീസ് അലോക്കേഷൻ എന്ന് പറയുന്നത്.